പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്ക് നമ്മൾ ഒറ്റയ്ക്ക് പോയി ടെസ്റ്റ് ചെയ്യണം. ഞാനാണെങ്കിലുണ്ടല്ലോ ചില ആൾക്കാരോട് അറ്റാച്ച്ഡ് ആയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡ് ആവും. പിന്നെ അവരുടെ കൂടെ ആൾക്കാരെന്ന് മാത്രമല്ല ചില കാര്യങ്ങളിൽ ഞാൻ അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ എനിക്ക് പണ്ട് ഈ ബ്രൂവിൻ്റെ കോഫി കുടിക്കുന്നൊരു അഡിക്ഷൻ ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും കുടിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്തോ ഇതൊരു ചെറുത് സൈക്കിൾ വെച്ച് വരും. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മളൊന്നിനും അഡിക്റ്റ് ആകരുത്. അപ്പോൾ ഞാൻ തന്നെ വളരെ കഷ്ടപ്പെട്ട് ചായ കാപ്പി ഡെയിലി കുടിക്കുക എന്നുള്ളൊരു ശീലം അത് നിർത്തി. സോ ഇന്നാളുണ്ടെങ്കിലേ എനിക്ക് ഇന്ന സ്ഥലത്ത് പോകാൻ പറ്റുള്ളൂ, ഇന്നാളുണ്ടെങ്കിലേ കടയിൽ പോകാൻ പറ്റുള്ളൂ, ഇന്നാളുണ്ടെങ്കിലേ ചായ കുടിക്കാൻ പോകുള്ളൂ, ദോശ കഴിക്കാൻ പോകുള്ളൂ എന്നൊക്കെ ഒരു ഫീലിലേക്ക് ഞാൻ വരുമ്പോൾ ഞാൻ എന്നെ തന്നെ ഒരു ടെസ്റ്റ് നടത്തും. ഞാൻ ഒറ്റയ്ക്ക് ഇതെല്ലാം ചെയ്യാൻ കേപ്പബിൾ ആണോ, ഞാനിപ്പോഴും ഡിപ്പെൻഡൻ്റ് ആണോ, എൻ്റെ ഒറ്റയ്ക്ക് പോകുമ്പോൾ പബ്ലിക്കിൻ്റെ എന്താ പറയുക ഫേസ് ചെയ്യാനുള്ള എബിലിറ്റി നഷ്ടപ്പെട്ടോ എന്നൊക്കെ ഞാൻ എന്നെ തന്നെ ചാലഞ്ച് ചെയ്യുന്നതാണ് ഇടയ്ക്ക്. സോ ഐ തിങ്ക് ഇതൊന്നും എന്നെ വിട്ട് പോയിട്ടില്ല എന്ന് തോന്നുന്നു. ചിലപ്പം പലരും വിചാരിക്കുന്നുണ്ടാവും, ഇത്ര വലിയ സംഭവമാണോ ഒറ്റയ്ക്ക് പോയിട്ട് അവിടെ തന്നെ നടന്നു പോകാനുള്ളൊരു വാക്കബിൾ ഡിസ്റ്റൻസിൽ പോയിട്ടൊരു ചായ കുടിക്കുക അല്ലെങ്കിൽ അതിന്ന് ഷൂട്ട് ചെയ്യുക എന്നുള്ളത്. ഓഫ് കോഴ്സ് ചിലപ്പം എല്ലാവർക്കും ഇത് ഭയങ്കര സംഭവമായിരിക്കില്ല. പക്ഷേ ചിലർക്കൊക്കെ ഇതൊക്കെ ഒരു സാഹസം തന്നെയാണ്. അവരെ കൊണ്ട് പറ്റാത്ത പല കാര്യങ്ങളും. അപ്പോൾ ഞാൻ വീഡിയോ ഇട്ടപ്പം കുറേ ആൾക്കാർ എന്നോട് പല കാര്യങ്ങളും പറഞ്ഞു കൺസിസ്റ്റ് ആയിട്ടിടണമെന്ന്. എൻ്റെ ഒരു നൈബർ എന്നല്ല, ശരിക്കും അവൾ ലൈക്ക് ഞങ്ങളെല്ലാവർക്കും മെസ്സേജ് ചെയ്യുകയോ വിളിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യാറില്ല. ചില യാത്രകളിൽ ഞാൻ ഓഫീസിൽ നിന്ന് വരുമ്പോൾ അവൾ സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നൊക്കെ വരും, ഒരുമിച്ച് ചില ബസ് യാത്രകളൊക്കെ ഉണ്ടാവും. ഞങ്ങൾ തമ്മിലൊരു ബോണ്ടിങ് ഉണ്ട്, കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്യും. സോ അപ്പോൾ അവൾ പറഞ്ഞു ചേച്ചി വീഡിയോ ഇട്. പക്ഷെ മറ്റുള്ളവരെന്ത് പറയും ചെയ്യും എന്നൊന്നും വിചാരിക്കേണ്ട. ചേച്ചിക്ക് ഇതൊരു സന്തോഷം തരുന്നുണ്ടെങ്കിൽ ചേച്ചി ചെയ്യും. എപ്പോൾ ചേച്ചീനെ കൊണ്ട് ഇതൊന്നും ചെയ്യാൻ തീരെ പറ്റില്ലെന്ന് തോന്നുന്നു അവിടെ വെച്ച് നിർത്തിക്കും. പക്ഷേ അതിന് മുന്നായിട്ട് ചേച്ചീനെ കൊണ്ട് കഴിയുന്ന മാക്സിമം ട്രൈ ചെയ്യണം. ഞാൻ വിചാരിച്ചു ശരിയാണ്, ഒരാളെങ്കിലും നമുക്ക് പറയാനുണ്ടെങ്കിൽ, ഒരാളെങ്കിലും നമ്മൾ സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന പലരുണ്ട്. അപ്പം അവൾ മാത്രമല്ല കേട്ടോ, എന്നറിയാവുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. പിന്നെ എൻ്റെ ഒരു വ്യൂവറുണ്ട് കേട്ടോ, ആളെപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്യും. ഞാൻ എത്ര ആ കുട്ടിയുടെ പേര് ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല, എനിക്കറിയില്ല ആൾക്കത് ഇഷ്ടാവോ ഇല്ലയോ എന്ന്. സോ പുള്ളിക്കാരത്തി എപ്പോഴും എനിക്ക് വീഡിയോയ്ക്ക് കമൻ്റ് ഇടും, സപ്പോർട്ട് ചെയ്യും. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇപ്പോഴും ഞാൻ പ്രസൻറ്റ് പറയാൻ പഠിച്ചിട്ടില്ല കേട്ടോ, പേഴ്സൻറ്റ് അതൊക്കെ എനിക്ക് തിരുത്തി തരും. സോ ഞാൻ വിചാരിക്കുന്നു ഇനി എനിക്ക് ട്രാക്കിൽ വരാൻ പറ്റുമെന്ന്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി ചെന്നിട്ട് റൂംമേറ്റ് ഉണ്ട്, ആളുടെ കൂടെ നെസ്റ്റോയിൽ പോകണം. ഞാൻ ഇവിടെയുള്ള അധികം ആൾക്കാരെയും വീഡിയോസിൽ കാണിക്കത്തില്ല, അത് അവരുടെ കൂടെ പ്രൈവസി വാങ്ങിച്ചിട്ടാണ്. പിന്നീട്